ചരിത്രം തിരുത്തിക്കുറിക്കാൻ ശാസ്ത്രം തയ്യാറെടുക്കുകയാണ്. ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടുവെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാൾ ദാ വീണ്ടും വരുന്നു. വംശനാശം സംഭവിച്ച ടാസ്മേനിയൻ ടൈഗർ അഥവാ തൈലസിനെ വീണ്ടും ജീവനോടെ മണ്ണിലിറക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ശാസ്ത്രലോകം. നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ജുറാസിക് പാർക്ക് യാഥാർത്ഥ്യമാവുകയാണോ? അതെ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1936 ടാസ്മേനിയയിലെ ഹൊബാർട്ട് മൃഗശാലയിൽ വെച്ച് അവസാനത്തെ തൈലസിന് വിട പറഞ്ഞപ്പോൾ അതൊരു വംശത്തിന്റെ അവസാനമായിരുന്നു. എന്നാൽ ഏകദേശം 90 വർഷങ്ങൾക്കിപ്പുറം സ്വീഡനിലെ ശാസ്ത്രജ്ഞർ 130 വർഷം പഴക്കമുള്ള ഈ ജീവിയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് RNA വേർതിരിച്ചെടുത്തിരിക്കുന്നു. സാധാരണയായി ഫോസിലുകളിൽ നിന്ന് DNA ആണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ലഭിച്ച RNA ആ ജീവിയുടെ ജനിതക രഹസ്യങ്ങളിലേക്കും അവയുടെ കോശങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നതിലേക്കും വലിയൊരു വാതിൽ തന്നെയാണ് തുറന്നിരിക്കുന്നത്. വംശനാശം സംഭവിച്ച ഒരു ജീവിയുടെ RNA വേർതിരിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. മെൽബൺ സർവകലാശാലയും പ്രശസ്തമായ കൊളോസൽ ബയോസയൻസും ചേർന്നാണ് ഈ ജുറാസിക് പാർക്ക് മോഡൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന പ്രധാന ആയുധം ക്രിസ്പർ എന്ന അത്യാധുനിക ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയാണ്. ലളിതമായി പറഞ്ഞാൽ ടാസ്മേനിയൻ ടൈഗറിന്റെ ജനിതക ഘടന കൃത്യമായി മനസ്സിലാക്കി അവയോട് ഏറ്റവും സാമ്യമുള്ള ഇന്നത്തെ ചില സഞ്ചീമൃഗങ്ങളുടെ കോശങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഈ കോശങ്ങളെ പടിപടിയായി എഡിറ്റ് ചെയ്ത് പഴയ ടാസ്മേനിയൻ ടൈഗറായി പുനഃസൃഷ്ടിക്കാനാണ് ശാസ്ത്രജ്ഞരുടെ നീക്കം. ഇത് വെറുമൊരു പരീക്ഷണമല്ല, കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്ന ചരിത്രപരമായ ഒരു മിഷനാണ്. പേരിൽ ടൈഗർ എന്നുണ്ടെങ്കിലും ഇതൊരു കടുവയല്ല. കങ്കാരുവിനെ പോലെ വയറിലെ സഞ്ചിയിൽ കുഞ്ഞുങ്ങളെ ചുമന്നു നടക്കുന്ന ഒരു സഞ്ചി മൃഗമാണ്. ശരീരത്തിലെ കടുവയെപ്പോലെയുള്ള വരകളാണ് ഇവയ്ക്ക് ടാസ്മേനിയൻ ടൈഗർ എന്ന പേര് നൽകിയത്. 2000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഓസ്ട്രേലിയൻ വൻകരയിലെ ഏറ്റവും വലിയ വേട്ടക്കാരായ രാജാക്കന്മാരായിരുന്നു ഇവർ. വൻകരകളിൽ നിന്ന് ഇവർ പിന്നീട് അപ്രത്യക്ഷമായെങ്കിലും ടാസ്മേനിയൻ ദ്വീപുകളിൽ ഇവർ സുരക്ഷിതരായിരുന്നു. എന്നാൽ മനുഷ്യൻ അവിടേക്ക് വന്നു ചേർന്നതോടെ കാര്യങ്ങൾ മാറി. അശാസ്ത്രീയമായ വേട്ടയാടലും മനുഷ്യന്റെ ഇടപെടലും കാരണം ആ പ്രതാപശാലിയായ വർഗം ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി. ഈ പദ്ധതി കേവലം ശാസ്ത്രജ്ഞരുടെ മാത്രം താല്പര്യമല്ല. ഹോളിവുഡ് താരം തോർ അഥവാ ക്രിസ് ഹെംസ്വർത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ പ്രോജക്റ്റിന് വലിയ തുക സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇവർ തിരികെ വരുന്നത് വെറുമൊരു കൗതുകം മാത്രമല്ല, ഓസ്ട്രേലിയൻ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ ടോപ്പ് പ്രിഡേറ്ററുകൾ അനിവാര്യമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രകൃതിയിൽ മനുഷ്യൻ വരുത്തിയ വലിയൊരു പിഴവ് തിരുത്താനുള്ള അവസരം കൂടിയാണിത്. ശാസ്ത്രം ഒരു മാതൃക വഴിയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ടാസ്മേനിയൻ കാടുകളിൽ ഈ വരയൻ പുലികളുടെ മുരൾച്ച നമ്മൾ വീണ്ടും കേട്ടു തുടങ്ങും. തൈലസിൻ തിരികെ വരികയാണെങ്കിൽ വംശനാശം സംഭവിച്ച മറ്റു ജീവികളെയും ഇതുപോലെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ലേ? ഒരുപക്ഷെ ഭൂമിയുടെ ഭാവി തന്നെ ഈ ലാബുകളിൽ വെച്ച് മാറ്റി എഴുതപ്പെടുകയാവാം.